ഹായ് ഹലോ അസ്സാം വലൈക്കും. നസ്ഫറുന്നിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൂത് കളിക്കണം എന്ന് കേട്ടോ. അപ്പോൾ ഈ സൂത് കളി കളിച്ചവരോ ആണെങ്കിലും ഇപ്പോൾ കളിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. പണ്ട് കളിക്കിയതൊരു വല്ലാത്തൊരു കളി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒളിച്ച് നിൽക്കുക, എന്നിട്ട് സൂത് കണ്ടുപിടിക്കുക, അത് എന്നിട്ട് സൂത് ഇടുന്ന ആളെടുത്ത് കൊണ്ടു കൊടുക്കുക. അതൊരു വല്ലാത്തൊരു രസം തന്നെ കേട്ടോ. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പറയുമായിരുന്നു സൂത് കളിക്കണം, എന്നിട്ട് നമുക്ക് വീഡിയോ ഇടണം എന്നൊക്കെ കേട്ടോ. വീഡിയോ എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു കളിയാട്ടോ. പക്ഷേ ഞങ്ങളൊരു സൈഡിൽ ഫോൺ വെച്ചിട്ടാട്ടോ സൂത് കളി കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് 4 മിനിറ്റോളം ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നായിട്ട് ഇന്ന് അപ്ലോഡ് ആക്കിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കളിക്കാൻ വിചാരിച്ച ദിവസം തന്നെയാണ് നാത്തൂനും ആങ്ങളിയും മക്കളും ഒക്കെ വന്നതേ. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ രസങ്ങളാണ് കേട്ടോ കാണുന്നത്. പോനൂസിനെ അവിടെ ഇരുത്തിയും കണ്ട് തല നോക്കി കൊടുക്കുക ആമിക്കുട്ടിട്ടോ. അപ്പോൾ ഞാൻ സൂതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു വന്നപ്പോൾ ഈ ചായ ഉണ്ടാക്കുക ആരാന്ന് ചോദിച്ചപ്പോൾ അജു പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് വന്നിട്ടോ. അപ്പോൾ അജു വേണോ ഐഷയാണോ ഉണ്ടാക്കാമെന്ന് നാത്തൂൻ ചോദിച്ചിട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി കണ്ട് വെള്ളം വെച്ചേ. അപ്പോൾ അവർക്ക് കത്തിക്കാൻ പേടിയായിട്ട് ഞാൻ കത്തിച്ച് കൊടുത്തിട്ട് ചിലപ്പോൾ കത്തിക്കുക. അങ്ങനെ വെള്ളം വെച്ചപ്പോൾ കുറച്ച് വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ബാക്കി ഒഴിച്ച് കൊടുത്ത് ചായ ആയി. അപ്പോഴത്തേനും അവൾ നാത്തും പോയി പീടികയിൽ പോയിട്ട് മിച്ചറും പിന്നെ നുറുക്കും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നേ. ഞങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു ചാറ് വന്നാലും ചായക്കൊരു പലഹാരം കൊടുക്കാനൊന്നും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്ത ഒരു അവസ്ഥയിലാട്ടോ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അവൾ തന്നെ കണ്ടറിഞ്ഞി അതേപോലെ വരുമ്പം ചിക്കനൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്ന്. ഒരു ആങ്ങളായാലും നാത്തൂനായാലും അവർ കണ്ടറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്ക് നല്ലോണം അറിയുന്നതുകൊണ്ട് അവരൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടോ. ഇങ്ങനെ ആവണം, നമ്മൾ അറിയുന്ന ഒരു മനസ്സുണ്ടായാൽ തന്നെ നമുക്ക് ജീവിക്കാനൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കളി തുടങ്ങിയിട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ മിച്ചറും നുറുക്കും ചായയൊക്കെ കുടിച്ചിതാ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. കഴിഞ്ഞിട്ട് ചിക്കനിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒളിച്ച് നിൽക്കുകയാണേ. അപ്പോൾ സൂതെറിഞ്ഞ് നാത്തൂനാട്ടോ സൂതെറിയുന്നേ. അപ്പോൾ പഠിച്ചവൻ ഏതായാലും ഹയറാക്കി കൊടുക്കട്ടെ. ക്യാൻസർ രോഗത്തുനിന്ന് എത്രയോ ആൾക്കാരെ പ്രാർത്ഥന കൊണ്ടായിരിക്കും പഠിച്ചവന് നല്ല രീതിയിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നും കൂടെ കടന്നു പോകുന്നതാട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖമായാലും നാത്തൂൻ്റെ അസുഖമായാലും ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നത് തന്നെയാണ്. അങ്ങനെ സൂത് കളി വല്ലാണ്ട് കളിക്കാത്ത കുട്ടികളാട്ടോ നമ്മളെ മക്കൾ. അപ്പോൾ ഇതുവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. വലുതാകുമ്പോൾ അവരെ മക്കൾക്കായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളായിട്ട് വേണമല്ലോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഓരോ കളികളും ഗെയിമുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഓരോ പുതിയ പുതിയ കളികൾ നമുക്കും പറഞ്ഞു തരും. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ മക്കളുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു രസമാണ്. അപ്പോൾ 6 മക്കളും ഞാനും കൂടി ആട്ടോ കളിക്കുന്നത്. അല്ല നാത്തൂന് സൂതെറിയാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 8 ആൾക്കാരും കൂടി ആട്ടോ ഈ കളി കളിച്ച്. അങ്ങനെ ഏതായാലും സൂത് തരിയും ഇവർ വേഗം അത് എടുക്കുമ്പോൾ ഞങ്ങൾ തൊടും. അങ്ങനെ ആർക്കും പോയിൻ്റ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു പ്രാവശ്യം സൂത് വിട്ടിട്ടോ. അങ്ങനെ ഞാൻ ആ സൂത് എടുത്തിട്ട് ആരും കാണാതെ ശ്രദ്ധിക്കാതെ ഞാൻ എടുക്കാത്ത മട്ടിൽ നാത്തൂന് കൊണ്ടെടുത്തു. അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നൊക്കെ പറയുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഈ കളി എന്താണോ ഏതാണോ മനസ്സിലാക്കാൻ കഴിയാത്ത 2 ചൂട്ടകളുണ്ട് കേട്ടോ. 2 വയസ്സും 1 വയസ്സുള്ള മോളും നാസിമോനും. അപ്പോൾ ഇവർക്ക് കുറേ കാലം കഴിയുമ്പോൾ ഇതെടുത്ത് കാണാം ഞങ്ങളും സൂത് കളിച്ചിനിന്ന് പറയാം. അപ്പോൾ അജുവ ഏന്തി നോക്കണുണ്ട്. അപ്പോൾ പറയാം അജുവ ഈ ഏന്തി നോക്കുകയാണോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ ഏന്തി നോക്കാൻ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ സൂതെന്ന് മനസ്സിലാവും. അപ്പോൾ ആമിക്കുട്ടിക്ക് സൂത് കിട്ടിയപ്പോൾ ഓളെ നമ്മൾ പിടിച്ചിട്ടോ. അങ്ങനെ ഏതായാലും നല്ലൊരു രസമായിരുന്നു സൂത് കളി. ചിക്കൻ ഞങ്ങളവിടെ കാത്തു നിൽക്കുക കേട്ടോ, കറി വെക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം പിന്നെ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഇതേപോലെ ചവിട്ടി പിടിക്കുക സൂത് നിന്നിട്ട് നമുക്ക് പിന്നെ പോയിൻ്റ് കിട്ടും കേട്ടോ. ആരും കാണാതെ ചവിട്ടി പിടിച്ചാൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് സൂത് ഒരു 5-6 പ്രാവശ്യം ഞങ്ങൾ സൂതെറിഞ്ഞ് കളിച്ചിട്ടോ. സൂതെറിഞ്ഞ് കളിച്ചാൽ പോരല്ലോ, നമുക്ക് പള്ളയൊക്കെ പൈപ്പിനുള്ള ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ ഉള്ളി നന്നാക്കാനും ഇതിനൊക്കെ പോയിട്ടോ.
അങ്ങനെയൊക്കെ നന്നാക്കാനും ആക്കാനൊക്കെ തുടങ്ങി. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടോ ചിക്കനൊക്കെ കഴുകി ഉള്ളിയൊക്കെ മുറിച്ച് ഒക്കെ റെഡിയാക്കി. അപ്പോൾ തക്കാളി, വെല്ലുള്ളി, ഇഞ്ചി ഒക്കെ ഞാൻ എടുത്ത് വെച്ചപ്പോൾ അതിൽ വെളുത്തുള്ളി മാത്രമല്ല കേട്ടോ. വെളുത്തുള്ളി ഞങ്ങളത് തീർന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല വിലയല്ലേ വെളുത്തുള്ളി. അപ്പം ഞങ്ങൾ ഇപ്പോൾ വാങ്ങൽ കുറവാട്ടോ. ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തായാലും നമ്മളെ ഈ കേരളത്തിലെല്ലാവരും നമ്മൾ ഒരു വീഡിയോ കണ്ടാലല്ലേ കുറേ കാലത്തേക്ക് ജീവിക്കാനുള്ള പിന്നെ വരുമാനമാവും. ഞങ്ങൾക്കൊരു 2000 ഉറുപ്യ മാസം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയേനി. പക്ഷേ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇപ്പം ഇല്ല. ഇപ്പം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ അനിയത്തി. ഇനിയിപ്പോൾ 15,000 ഉറുപ്യ കൊടുക്കണം വാടകൻ്റെ പൈസ 3 മാസം. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. അങ്ങനെ തക്കാളി, പച്ചമുളക്, കരിവേപ്പ്, ചെറിയുള്ളി, വെല്ലുള്ളി, ഇഞ്ചി. ഇപ്പോൾ കുറച്ചും കൂടി സാധനം വേണം കേട്ടോ. കുറച്ചും കൂടി പിന്നെ ചിക്കൻ ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയേ ഉള്ളൂ ഇടാൻ പറ്റുക. അപ്പോൾ ഞാൻ ഉലുവ ഇട്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട്. പിന്നെ അതിലേക്ക് ഇതാ ഉള്ളി, ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ പിന്നെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടോ. ആ ഏകദേശം വാടി കഴിഞ്ഞിട്ടേ നമ്മൾ തക്കാളി ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ കറി പിന്നെ ഉണ്ടാക്കാത്ത ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയും കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കറി വെക്കുക ഒന്നുമില്ല കേട്ടോ. ചിക്കൻ കറിയിൽ അങ്ങനെ എല്ലാ സാധനം ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ കുറഞ്ഞ സാധനം ഇട്ട് വെച്ചാലും രസം തന്നെ കേട്ടോ. ആ ചിക്കൻ കറി ഞങ്ങൾ രാത്രി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേനൊക്കെ അതൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ആയാലും നമ്മളെ വിശപ്പുണ്ടെങ്കിൽ ഏത് കറി ആയാലും എങ്ങനെ വെച്ചാലും അത് നമ്മൾ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ നല്ല രസത്തിലും ഇതാക്കിയിട്ടും വെക്കുമ്പോൾ പിന്നെ അത് നല്ല പൈസ ഉള്ളവർക്കൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ള സാധനം വെച്ച് ഇതാ കുറച്ച് തോന ഉള്ളി ഇടുക, തോന തക്കാളി ഇടുക, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലർ തോന കറി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കിപ്പോൾ ഉള്ളേന് വെച്ചും കണ്ട് നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ അതാ ഉള്ളി നല്ലോണം വാടി വന്ന് അല്ലെങ്കിൽ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടോ. ഓരോരുത്തർ വെക്കുന്ന ഓരോ രീതിയായിരിക്കും അല്ലേ. പിന്നെ ഞങ്ങൾ തക്കാളി ഇട്ട് പിന്നെ നല്ലോണം വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെച്ചിട്ടോ. 2 തക്കാളി എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കേ. അപ്പം പിന്നെ ഞങ്ങൾ ഉള്ള ചിക്കനിലേക്ക് ഇപ്പം സാധനം ഉണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും കുറച്ചും കൂടി തക്കാളിയും കുറച്ചും കൂടി ഉള്ളിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ചാലും ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ സാധനം കുറവാണല്ലോ, ഇപ്പോൾ ഉണ്ടാക്കിയാൽ ഇതാകണമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. സാധനം എത്രയല്ല അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മളെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോവുക. ഇതാട്ടോ ചിക്കന്. വലിയ പാത്രത്തിൽ ചിക്കൻ കണ്ടത് തോനെയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ കുറച്ച് തന്നെ ഉള്ളൂ. ഏതായാലും ഞങ്ങൾക്ക് ഉച്ചക്കും രാത്രികത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എത്ര ആൾക്കാരുണ്ട് 6 കുട്ടികളും പിന്നെ 4 ആൾക്കാർ മുതിർന്നവരും ഉണ്ട്. ഉച്ചക്കും രാത്രിയത്തേക്കും ഞങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ളതാട്ടോ ഈ ചിക്കന്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഓരങ്ങനെ കൊണ്ടുപോകുന്നതിനോണ്ട് അത് വലിയൊരു റാഹത്തിട്ടോ. നമ്മളിപ്പം ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് എന്താക്കും ആര് വന്നാൽ ആര് വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നത് തന്നെ ഒരു പേടിയാണ്. ആദ്യമൊക്കെ എൻ്റെ അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒരു പേടിയില്ലേനി. ആര് വന്നാലും ഫുഡ് കൊടുക്കാൻ അമ്മ ഭയങ്കര ഉഷാറേനി. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ധൈര്യം പോരാട്ടോ. അതിഥി ദേവോ ഭവന്തു എന്നല്ലേ പറയുക. പക്ഷെ ഇപ്പം അതിഥികളെ സ്വീകരിക്കാനോ നമ്മളെ സാഹചര്യം തന്നെ പറ്റ മോശമായിപ്പോയി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. ആ 15 ഉറുപ്യ ആരെങ്കിലുമൊക്കെ സഹായിക്കും. ഒരു വീഡിയോയും കൂടി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നെഗറ്റീവ് പറയും, എന്തിനാ അങ്ങനെ സഹായം ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇന്ന് വരെ ആരോടും സഹായം ചോദിച്ചില്ല കേട്ടോ. ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് എല്ലാവരും തരുന്നുണ്ട്. അതേപോലെ എൻ്റെ ഉമ്മൻ്റെ കുടുംബക്കാരോടൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ അവസ്ഥ ഒന്നും ഓർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ പാടന്നെ റിയാക്ട് ചെയ്തിട്ടോ. കുടുംബക്കാർ അത്രയും സപ്പോർട്ട്. ഇനിയൊക്കെ ഓരോട് ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ എത്താ എനിക്കറിയില്ല. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഞങ്ങൾ ചിക്കൻ കറിയിലിട്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഓരോ
ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടോളൂ കേട്ടോ. ഞാൻ പിന്നെ കൂടുതൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടോ. അങ്ങനെ പിന്നെ നല്ലോണം ഇതാക്കി കുക്കറിൽ 2 വിസിലാക്കിയിട്ട് പിന്നെ ഒന്നുകൂടി തിളപ്പിച്ചിട്ടു. അപ്പോൾ കാബേജ് ഉപ്പേരി ചിക്കൻ അതിനെടുത്ത് ലേശം പൊരിക്കാനെടുത്ത് വെച്ചു. പിന്നെ ചിക്കൻ കറി ചോറിട്ടു. അപ്പോൾ നല്ല റാഹത്തായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച്. എൻ്റെ ഉമ്മക്ക് 3 മക്കൾ കേട്ടോ. ആ 3 മക്കൾക്ക് 6 പേരക്കുട്ടികൾ കേട്ടോ. അങ്ങനെ വരിക്ക് ഇരുന്നിട്ടാട്ടോ ഒരു ഫുഡ് കഴിക്കുന്നത്. അതിൽ 5 ആൾക്കാർ ഫുഡ് കഴിക്കാതിരുന്നു. അപ്പോൾ മോനൂസിന് മാത്രം നേരത്തെ ഫുഡ് കൊടുത്തുങ്ങാണ്ട് ഓൻ അവിടേക്ക് പോയി. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഓനും കൂടി അതിൽ ഇരിക്കണം എന്ന് തോന്നിയപ്പോൾ ഓന് വേഗം ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് പിന്നെ എന്ത് ചെയ്ത് ഇതാക്കിയിട്ടോ അതിലേക്ക് ഇരുത്തിയിട്ടോ ഒരു പാത്രത്തിൽ ചോറും കൊടുത്തിട്ട് അതൊരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ഇവർ 6 ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പണ്ട് ഇമ്മൻ്റെ ആങ്ങളമാരെ മക്കളെ കൂടെ ഞങ്ങൾ ഇതേപോലെ ഭക്ഷണം കഴിച്ചൊക്കെ ഇപ്പോൾ ഓർമ്മ വരിക. ഇത് ഞങ്ങൾക്ക് 3 ആക്കളുള്ള 6 മക്കളാട്ടോ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. പഠിച്ചോന് ആരോഗ്യവും ആയുസ്സൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ അജുവ എൻ്റെ കൂടെ ഉണ്ടേ. അപ്പോൾ പറയുകയാണ് 5 പെൺകുട്ടികളിൽ 1 ആൺകുട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സൊക്കെ കൊടുക്കുക. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പം ഫുള്ള് വീഡിയോ കാണാൻ കഴിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കട്ടെ. അപ്പോൾ ബായ്.